എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. മെയിൻ ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രാൻസിൻ്റെ സൊസൈറ്റി 3 എസ്റ്റേറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ 3 എസ്റ്റേറ്റിൽ മൂന്നാമത്തെ എസ്റ്റേറ്റിൻ്റെ പെർട്ടിക്കുലർലി മൂന്നാമത്തെ എസ്റ്റേറ്റിൻ്റെ അവസ്ഥ എന്താണ്, അവരെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് ടോപ്പിക്ക് അതാണ്. രണ്ടാമത്, ലൂയി 16 എന്ന് പറയുന്ന ഭരണാധികാരി അധികാരത്തിൽ കയറിയപ്പോൾ ആ മൂന്നാമത്തെ എസ്റ്റേറ്റുകാരുടെ അവസ്ഥ മോശമാക്കാനായിട്ട് അദ്ദേഹം എന്തൊക്കെ ചെയ്തു, പിന്നെ അദ്ദേഹത്തിൻ്റെ ഭരണാധികാരം എങ്ങനെയായിരുന്നു, ഓൺ ദ ഹോൾ എങ്ങനെയായിരുന്നു എന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ ലൂയി 16 എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കീഴിൽ ഫ്രഞ്ച് റെവല്യൂഷൻ ഫ്രാൻസിൻ്റെ സൊസൈറ്റിക്ക് വന്ന മാറ്റങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ അവസ്ഥ തേർഡ് എസ്റ്റേറ്റുകാരുടെ അവസ്ഥ വളരെ മോശമായപ്പോഴത്തേക്കും അവർ റിയാക്ട് ചെയ്ത് തുടങ്ങി. ആൻഡ് അങ്ങനെ ഒരു റെവല്യൂഷൻ പോലെ ക്രിയേറ്റഡായി. റെവല്യൂഷൻ അപ്പോൾ ആ റെവല്യൂഷൻ എങ്ങനെ ക്രിയേറ്റഡായി, അതിനുണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, അടുത്തത് അതാണ് പഠിക്കാനുള്ളത്. അപ്പോൾ വളരെ മോശമായവർ റിവോൾട്ട് ചെയ്യാൻ തുടങ്ങി. ആ റിവോൾട്ട് എന്തുകൊണ്ടാണ് ഉണ്ടായത്, ആ റെവല്യൂഷൻ ആരാണ് ലീഡ് ചെയ്തത്, ആ റെവല്യൂഷൻ കാരണമുണ്ടാവുന്ന കോൺസിക്വൻസസ്, ആ കോൺസിക്വൻസസ് എല്ലാം പഠിക്കാനുണ്ട്. അങ്ങനെ അവർ ഫോം ചെയ്തതാണ് നാഷണൽ അസംബ്ലി എന്ന് പറയുന്ന സംഭവം. ഇനി നാഷണൽ അസംബ്ലി എങ്ങനെ ഫോം ചെയ്തു, അവരെന്തൊക്കെ ചെയ്തു, അവരുണ്ടാക്കിയ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് ഉള്ളത്, ആ കോൺസ്റ്റിറ്റ്യൂഷൻ ആരാണ് ഉണ്ടാക്കിയത്, ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കാനായിട്ട് എലക്ഷൻ, നാഷണൽ അസംബ്ലി തിരഞ്ഞെടുക്കാനായിട്ട് എലക്ഷൻസ് ആർക്കൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, അതുണ്ട്. അപ്പോൾ ലൂയി 16 ഭരണാധികാരി, അത് കഴിഞ്ഞിട്ട് നാഷണൽ അസംബ്ലി വന്നു. നാഷണൽ അസംബ്ലിയുടെ ഭരണം എങ്ങനെയാണ്, ഈ നാഷണൽ അസംബ്ലി ഒപ്പുവെച്ചതിൻ്റെ കൂടെ തന്നെ ലൂയി 16 പോയി ബാക്കിയുള്ള രാജ്യങ്ങളിലുള്ള കിങ്സായിട്ട് നെഗോസിയേഷൻസിൽ ഏർപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ട് അടുത്തത് വാർ വന്നു. അപ്പോൾ ലൂയി 16 ആദ്യം ഭരിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് റെവല്യൂഷണറീസ് ഭരിച്ചു. നാഷണൽ അസംബ്ലിക്കാർ അവർക്ക് കുറച്ച് അധികാരം കൈമാറ്റം ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് വാർ വന്നത്. വാറിൻ്റെ സമയത്ത് കുറേ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നതിൻ്റെ കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. പ്രഷ്യയും ഓസ്ട്രിയയുമായിട്ടുള്ള വാറാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനുശേഷം ഈ വാർ നടക്കുമ്പോൾ തന്നെ കുറേ പൊളിറ്റിക്കൽ ക്ലബ്സുകൾ ഉയർന്നു വന്നു. അപ്പോൾ പെർട്ടിക്കുലർലി ഒരു ക്ലബിൻ്റെ കാര്യം നമുക്ക് പഠിക്കാനുണ്ട്, വിച്ച് ഇസ് ജക്കോബിയൻ ക്ലബ്. അപ്പോൾ ജക്കോബിയൻ ക്ലബിൻ്റെയാണ് അടുത്ത കാര്യം നമുക്ക് പഠിക്കാനുള്ളത്. അങ്ങനെ അവസാനം ഈ വാറെല്ലാം അവസാനിക്കുന്ന സമയത്ത് ജക്കോബിയൻ ക്ലബ്ബുകാർ അധികാരം കൈയേറ്റം ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കിങ്ങിനെയും ക്വീനിനെയും കൊലപാതകം ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പഠിക്കാനുള്ളത്, ജക്കോബിയൻ ക്ലബ്ബ് പവറിൽ കയറി. ആ പവറിലുള്ള റോബിസ്പിയർ ആണ് ജക്കോബിയൻ ക്ലബിൻ്റെ പാർട്ടായിട്ട് അധികാരത്തിൽ കയറിയത്. അദ്ദേഹത്തിന് കീഴിലുള്ള ഫ്രാൻസ് എങ്ങനെയാണ് എന്നാണ് അടുത്തത് പഠിക്കാനുള്ളത്. അവസാനം ജക്കോബിയൻ ക്ലബ്ബ് വളരെ മോശമായിട്ട് ഭരിച്ച്, റോബിസ്പിയർ വളരെ മോശമായിട്ട് ഭരിച്ച് അവസാനം അദ്ദേഹത്തിന് തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടായി. അത് കഴിഞ്ഞിട്ട് റോബിസ്പിയർ കഴിഞ്ഞിട്ട് വന്നതാണ് അടുത്ത ആൾക്കാർ. അത് കുറച്ചുകൂടി വെൽത്തിയർ മിഡിൽ ക്ലാസ്, അവർ പവർ സീസ് ചെയ്തു. എന്നിട്ട് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് മാറ്റി. എന്നിട്ട് 2 ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് അവർ കൊണ്ടുവന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഡയറക്ടറി ബോർഡ്, 5 മെമ്പേഴ്സിൻ്റെ ഒരു ഡയറക്ടറി ബോർഡ്, ആ രീതിയിൽ ഒരു ഭരണ കൈമാറ്റം ചെയ്തു. പക്ഷെ അത് എഫക്റ്റീവായിട്ട് നടന്നില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വന്നതാണ് നെപ്പോളിയൻ ബോണാപ്പാർട്ട്. അപ്പോൾ ലൂയി 16 ഉണ്ടായിരുന്നു. ലൂയി 16 കഴിഞ്ഞതിന് ശേഷം റെവല്യൂഷണറി ഗവൺമെൻറ്, നാഷണൽ അസംബ്ലി വന്നു. അതിനുശേഷം ജക്കോബിയൻ ഗവൺമെൻറ് വന്നു. അതിനുശേഷം വാർ ഉണ്ടായി. വാറിന് ശേഷം ജക്കോബിയൻ ഗവൺമെൻറ് വന്നു. ജക്കോബിയൻ ഗവൺമെൻറ്റിൻ്റെ റോബിസ്പിയറിനെ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അടുത്ത 2 എലക്റ്റഡ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ചുകൂടി വെൽത്തിയർ ആയിട്ടുള്ള സൊസൈറ്റി ഫോം ചെയ്ത ഗവൺമെൻറ് ഉണ്ടായി. അതിനുശേഷമാണ് നെപ്പോളിയൻ ബോണാപ്പാർട്ട് വന്നത്. ഇങ്ങനെയാണ് നമുക്ക് ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഒരു കാലണ്ടർ വെച്ചിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് വിമൻ്റെ അവസ്ഥ എന്താണെന്ന് പാരലലി നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ സ്ലേവറി എങ്ങനെയാണ് അബോളിഷ് ചെയ്തത്, സ്ലേവറി എപ്പോൾ ഒക്കെ ഉണ്ടായിരുന്നു, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു പെർട്ടിക്കുലർ സീൻ വെച്ചിട്ടാണ്, എന്താണ് ഫ്രഞ്ച് റെവല്യൂഷനിൽ ആക്ച്വലി സംഭവിച്ചതെന്നാണ്. അപ്പോൾ ഒരു ദിവസം കാലത്ത്, ജൂലൈയിലെ ഒരു ദിവസം 1789 കാലത്ത് നോക്കിയപ്പോഴത്തേക്കും കിങ്ങിൻ്റെ എല്ലാ വില്ലേജേഴ്സിൻ്റെ എല്ലാവരും എഴുന്നേറ്റ് നോക്കിയപ്പോൾ തന്നെ കിങ്ങിൻ്റെ കുറേ ട്രൂപ്സ് സിറ്റിയുടെ ഉള്ളിലേക്ക്, പാരീസ് എന്ന് പറയുന്ന സിറ്റിയുടെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത്രയും മിലിറ്ററിക്കാർ വരുമ്പോൾ വില്ലേജേഴ്സിന് എല്ലാവർക്കും പേടിയാവാൻ തുടങ്ങി. അപ്പോൾ
വില്ലേജസ് എല്ലാവരും റൂമർ സ്പ്രെഡ് ചെയ്തു ദാറ്റ് ഈ മിലിറ്ററിക്കാരെല്ലാവരും കൂടിയിട്ട് സിറ്റിസൺസിനെ ഫയർ ചെയ്യാൻ പോവാണ്. അങ്ങനെ എല്ലാവരും ഒന്നിച്ചു കൂടി, മെന്നും വിമനും 10,000-7,000 പേരുടെ ഒരു പീപ്പിൾ മിലിറ്ററി പോലെ അവർ ഫോം ചെയ്തിട്ട് അവർ സകല ഗവൺമെൻറ് ബിൽഡിങ്സിലും സകല ഗവൺമെൻറ് ഓൺ ചെയ്യുന്ന സ്ഥാപനങ്ങളിലും കയറിയിട്ട് എന്തെങ്കിലും ആംസ് ഉണ്ടോ, എന്തെങ്കിലും വെപ്പൺസ് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അവസാനം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദ സൊസൈറ്റിയിലേക്ക് പോയിട്ട് ബാസ്റ്റിൽ എന്ന് പറയുന്ന പ്രിസണിനെ സ്റ്റോം ചെയ്തു. ഈ ബാസ്റ്റിൽ എന്ന് പറയുന്ന പ്രിസണിനെ എന്തുകൊണ്ട് സ്റ്റോം ചെയ്ത്? ഇൻ ഓർഡർ ടു ഫൈൻഡ് അമ്യൂണിഷൻസ്, ദാറ്റ് ഇസ് വെപ്പൺ കണ്ടുപിടിക്കാനാണ് അത് ചെയ്തത്. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും ബാസ്റ്റിലെ കമാൻഡറുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം പോലെ നടന്നു, ആംഡ് ഫൈറ്റ് നടന്നു. ഫൈറ്റിന് ശേഷം ഇവർ ജയിച്ചു. പീപ്പിൾ ജയിച്ചിട്ട് അവിടുത്തെ പ്രിസണേഴ്സിനെ രക്ഷപ്പെടുത്തി. പക്ഷെ പ്രിസണേഴ്സ് എന്ന് പറഞ്ഞാൽ ആകെ 7 പേരേ ഉള്ളൂ. എങ്കിൽ പോലും അവർക്കതൊരു വലിയ വിജയമായിരുന്നു. കാരണം ബാസ്റ്റിൽ എന്ന് പറയുന്നത് കിങ്ങിൻ്റെ ദുഷ്ടഭരണത്തിൻ്റെ ഒരു സിമ്പലായിട്ടാണ് അവർ കണ്ടുകൊണ്ടിരുന്നത്. എന്നിട്ട് ബാസ്റ്റിലിനെ തച്ചുടച്ചിട്ട് അതിൻ്റെ സ്റ്റോൺ ഫ്രാഗ്മെൻറ്റ്സ് എല്ലാം മാർക്കറ്റിൽ ഒരു ടോക്കൺ ഓഫ് റിമെമ്പറൻസ് പോലെ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അത്രയും കഷ്ടപ്പാടായിരുന്നു. അതുപോലെ തന്നെ ആ ഭരണത്തിന് ആ പീപ്പിൾ അത്രയും എതിർത്തുകൊണ്ടും ഇരിക്കുന്നുണ്ടായിരുന്നു, അത്രയും വെറുക്കുന്നുണ്ടായിരുന്നു. ഇനി ആ സീൻ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഓരോന്ന് സിസ്റ്റമാറ്റിക്കലി വരാം. അപ്പം നമ്മൾ പറഞ്ഞു ആദ്യം 3 എസ്റ്റേറ്റുകളായിട്ടാണ് ഫ്രാൻസ് സൊസൈറ്റി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 3 എസ്റ്റേറ്റ് എങ്ങനെയാണ്, ആൻഡ് മൂന്നാമത്തെ എസ്റ്റേറ്റ് പെർട്ടിക്കുലർലി അവരുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ പണ്ട് തന്നെ ഓൾഡ് റെജിം, അപ്പോൾ കിങ്സിൻ്റെ ഒക്കെ മുമ്പുള്ള ഓൾഡ് റെജിമിൻ്റെ കാലത്ത് തന്നെ ഫ്രാൻസിൻ്റെ സൊസൈറ്റി 3 എസ്റ്റേറ്റുകളായിട്ടാണ് തിരിച്ചിട്ടുണ്ടായിരുന്നത്. സോ ദ ടേം ഓൾഡ് റെജിം എന്ന് പറയുന്നത് എന്താണ്? 1789 മുമ്പുള്ള സൊസൈറ്റീനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഓൾഡ് റെജിം എന്ന് പറയുന്നത്. ഈ പറയുന്നത് പോലെ അതിനെ നമ്മൾ ഫ്യൂഡൽ സിസ്റ്റം, ആ ഫ്യൂഡൽ സിസ്റ്റം പ്രകാരം ഇങ്ങനെ ഈ 3 എസ്റ്റേറ്റുകളായിട്ട് തിരിക്കുന്നതിന് നമ്മൾ ഫ്യൂഡൽ സിസ്റ്റം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 3 എസ്റ്റേറ്റുകളിലും ആരാന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പെസൻസ് ആണ് 90% പോപ്പുലേഷനും ഫ്രാൻസിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ വളരെ കുറവ് ആൾക്കാർക്ക് മാത്രമേ ലാൻഡ് ഉണ്ടായിരുന്നുള്ളൂ. ഈ 60% ലാൻഡും നോബിൾസോ അല്ലെങ്കിൽ ചേർച്ചുകളോ അല്ലെങ്കിൽ റിച്ച് മെമ്പർ ഓഫ് തേർഡ് എസ്റ്റേറ്റുകാരാണ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ 2 എസ്റ്റേറ്റിലുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ 2 എസ്റ്റേറ്റിലും ക്ലർജി, അതായത് പള്ളിയിൽ വർക്ക് ചെയ്യുന്നവർ, അതേപോലെ നോബിലിറ്റി, അതായത് കിങ്സിൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നവർ, കിങ്ങിൻ്റെ റിലേറ്റീവ്സ്, അങ്ങനെയുള്ളവർ. അപ്പോൾ ഒന്നില്ലെങ്കിൽ പള്ളിയിൽ ക്ലർജി, അതല്ലെങ്കിൽ നോബിലിറ്റി ആണ് പല എസ്റ്റേറ്റുകൾ, ഫസ്റ്റ് 2 എസ്റ്റേറ്റിലുള്ളത്. അവരാണ് മെയിൻലി ലാൻഡ്സ് എല്ലാം ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഫസ്റ്റ് എസ്റ്റേറ്റിൽ ജനിച്ചാലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജനനത്തോടു കൂടി തന്നെ കുറേ പ്രിവിലേജസ് കിട്ടും. ഏറ്റവും വലിയ പ്രിവിലേജസ്, ദേ ഡു നോട്ട് ഹാവ് ടു പേ ദ ടാക്സ്. പോരാത്തതിന് അവർക്ക് ഫ്യൂഡൽ പ്രിവിലേജസ് ഉണ്ട്. ഫ്യൂഡൽ പ്രിവിലേജസ് എന്ന് പറയുന്നത് എന്താണ്? പെസൻസ് ഇവർക്ക് ഫ്യൂഡൽ ഡ്യൂസ് എന്ന് പറയുന്ന സംഭവം കൊടുക്കണം. ഫ്യൂഡൽ ഡ്യൂസ് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പെസൻസ് ഈ ലോഡ്സിൻ്റെ വീട്ടിലും അതേപോലെ ഫീൽഡിലും അതേപോലെ ബാക്കിയുള്ള സ്ഥലത്തും ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യണം. ഇതാണ് ഈ ഫ്യൂഡൽ ഡ്യൂസ് എന്ന് പറയുന്ന സംഭവം. ഇത് മാത്രമല്ല, പെസൻസ് എന്ത് ചെയ്യണം? ആർമിയിൽ വർക്ക് ചെയ്യണം. പോരാത്തതിന് റോഡുകളൊക്കെ ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ പോയിട്ട് വർക്ക് ചെയ്യണം. ഇതിനൊക്കെ തുച്ഛമായിട്ടുള്ള കാശോ അല്ലെങ്കിൽ കാശേ ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഫസ്റ്റ് 2 പ്രിവിലേജസിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു? First 2 privilege consist of clergy and nobility. They have privilege by birth. They were exempted from paying taxes. They enjoyed feudal privileges. Matralla, they got feudal dues from the peasants, which the peasants were obliged to serve the lords and work in their households. ഇത്രയും അഡ്വാൻറ്റേജസ് ആണ് ഫസ്റ്റ് എസ്റ്റേറ്റുകാർക്ക് ഉണ്ടായിരുന്നത്. തേർഡ് എസ്റ്റേറ്റിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഈ പറയുന്നത് പോലെ മെജോറിറ്റി ബിലോങ് ടു ദ തേർഡ് എസ്റ്റേറ്റ്, ബട്ട് ഓൺലി വെരി ഫ്യൂ ഓഫ് ദെം ഓൺ ദ ലാൻഡ് ഒട്ടുമില്ല. അടുത്തത് എന്തായിരുന്നു കഷ്ടകാലം? ദേ വർ ഒബ്ലൈസ്ഡ് ടു റെൻഡർ സർവീസ് ടു ദ ലോർഡ് ഫ്രീ ഓഫ് കോസ്റ്റ് ഓർ ഫോർ വെരി മിനിമൽ കോസ്റ്റ്. അപ്പോൾ വെറുതെ ഫ്യൂഡൽ ഡ്യൂസ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് കാശ് കൊടുക്കണം, അവർക്ക് സർവീസ് കൊടുക്കണം. മാത്രമല്ല, ദേ ഹാഡ് ടു സെർവ് ഇൻ ആർമി. ഓൾസോ ദേ ഹാഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ബിൽഡിംഗ് റോഡ്സ്. മാത്രമല്ല, കുറേ ടൈപ്പ് ഓഫ് ടാക്സസ് കൊടുക്കണം. അപ്പോൾ ഈ ടാക്സ് എന്തൊക്കെയാണ്? ചർച്ചിന് ടാക്സ് കൊടുക്കണം, വിച്ച് ഇസ് നോൺ ആസ് ടിത്തസ്. മാത്രമല്ല, സ്റ്റേറ്റിന് ടാക്സ് കൊടുക്കണം. സ്റ്റേറ്റിന് ടാക്സ് കൊടുക്കുക എന്ന് പറയുന്നത് 2 ടൈപ്പ് ഓഫ് ടാക്സസ് ഇവർ കൊടുക്കണം. ഡയറക്റ്റ് ടാക്സ് കൊടുക്കണം, ഇൻഡയറക്റ്റ് ടാക്സും കൊടുക്കണം. ഡയറക്റ്റ് ടാക്സിനെയാണ് ടെയിൽ എന്ന് പറയുന്നത്, TAILLE, ടെയിൽ എന്ന് പറയുന്ന ടാക്സ് കൊടുക്കണം. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് സോൾട്ട്, ടൊബാക്കോ പോലെ എല്ലാ ദിവസവും വാങ്ങിക്കുന്ന ആർട്ടിക്കിൾസിനും ടാക്സ് ഉണ്ട്, അതും കൊടുക്കണം. അപ്പോൾ
ടോട്ടലി ബർഡൻ ഓഫ് ഫൈനാൻസിങ് ദ സ്റ്റേറ്റ് ത്രൂ ടാക്സസ്. ഈ സകല ടാക്സുകളും തേർഡ് എസ്റ്റേറ്റുകാരാണ് ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി കൊടുക്കേണ്ടത്. ഇതായിരുന്നു തേർഡ് എസ്റ്റേറ്റിൽ ജനിച്ചാലുള്ള കഷ്ടകാലം എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടലി തേർഡ് എസ്റ്റേറ്റുകാർക്ക് ലാൻഡ് ഇല്ല, അവർ ഫ്യൂഡൽ ലോട്ട്സിന് കുറേ സർവീസസ് റെൻഡർ ചെയ്യണം, ആർമിയിൽ സർവീസ് ചെയ്യണം, റോഡ് പണിയാനായിട്ട് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ തുച്ഛമായ കാശിന് കൊടുക്കണം. മാത്രമല്ല പല ടാക്സസ്, ചർച്ചിന് കൊടുക്കേണ്ട ടാക്സസ്, സ്റ്റേറ്റിന് കൊടുക്കേണ്ട ടാക്സസ്, സ്റ്റേറ്റിന് കൊടുക്കുന്നത് തന്നെ 2 ടൈപ്പ് ഓഫ് ടാക്സസ്. ഇത്രയും സംഭവങ്ങൾ തേർഡ് എസ്റ്റേറ്റുകാരാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിൻ്റെ പോപ്പുലേഷൻ കയറി ഭയങ്കരമായിട്ട് കൂടി. 23 മില്യണിൽ നിന്നും ഓൾമോസ്റ്റ് 28 മില്യൺ ആയിട്ട് വന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫുഡിൻ്റെ റിക്വയർമെൻറ്റ് കൂടുമ്പോൾ അവർക്ക് അത്രമാത്രം ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയില്ല. പ്രൊഡക്ഷൻ ഓഫ് ഗ്രെയിൻസ് ഇത്രയും പോപ്പുലേഷന് മീറ്റ് ചെയ്യാനായിട്ട് വന്നില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്കും ബ്രെഡിൻ്റെ പ്രൈസ് കൂടി. ബ്രെഡ് എന്ന് പറയുന്നതാണ് സകല ആൾക്കാരും കഴിക്കുന്ന സംഭവം. അത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൂടി. അപ്പോൾ ഈ പറയുന്ന പോലെ മിക്ക തേർഡ് എസ്റ്റേറ്റിൻ്റെ വർക്കേഴ്സും ഫിക്സഡ് വേജിന് വർക്ക് ചെയ്യുന്നവരാണ്. വർക്ക് ഷോപ്സിലും അങ്ങനെ തുച്ഛമായ വിലയിൽ, അതും ഫിക്സഡ് പ്രൈസാണ്. ഈ ബ്രെഡിൻ്റെ പ്രൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് അവരുടെ വേജ് ഒന്നും കൂടില്ല. അപ്പോൾ അവരുടെ വേജും ബ്രെഡിൻ്റെ പ്രൈസും തമ്മിൽ മിസ്മാച്ചായി. അങ്ങനെ വന്നപ്പോൾ പുവറിൻ്റെയും റിച്ചിൻ്റെയും ഗ്യാപ്പ് അങ്ങോട്ട് കയറി വൈഡൻ ചെയ്തു. ഇത് പോരാഞ്ഞിട്ട് ഇടിവെട്ടിയുടെ തലയിൽ പാമ്പ് കടിച്ചതിൻ്റെ തലയിൽ ഇടിവെട്ടി എന്ന് പറയുന്നത് പോലെ ഭയങ്കര ഒരു വരൾച്ച വന്നു. ഡ്രോട്ടും ഹെയിലും വന്നു, വല്ലാത്ത ഒരു വരൾച്ച വന്നു. അത് വന്നതോടുകൂടി അവരുടെ ഹാർവെസ്റ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. അങ്ങനെ this led to a subsistence crisis. Subsistence crisis എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ, in which അവർക്ക് ജീവിക്കാൻ പോലും കഴിയില്ല എന്നുള്ള അവസ്ഥയിൽ വന്നു. ഇത് ഇങ്ങനെ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഓൾഡ് റെജിമിൽ ഉണ്ടാവുമായിരുന്നു. പക്ഷേ 1789 ആ ഒരു കാലയളവിൽ ഈ സബ്സിസ്റ്റൻസ് ക്രൈസിസ് വല്ലാണ്ട് വന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ്, വാട്ട് ലെഡ് ടു സബ്സിസ്റ്റൻസ് ക്രൈസിസ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, പോപ്പുലേഷൻ ഇൻക്രീസ്, പ്രൊഡക്ഷൻ ഓഫ് ഗ്രെയിൻ ഡിഡ് നോട്ട് കീപ്പ് അപ്പ് വിത്ത് ദ പോപ്പുലേഷൻ ഇൻക്രീസ്. അടുത്തത് എന്തായിരുന്നു, സോ ദ പ്രൈസ് ഓഫ് ദ ബ്രെഡ് റോസ്, ഡെയിലി വേജസിന് അതേപോലെ ഫിക്സഡ് സാലറീസിന് വർക്ക് ചെയ്യുന്നവരുടെ വേജ് നോട്ട് കീപ്പ് അപ്പ് വിത്ത് ദ പ്രൈസ് ഓഫ് ദ ബ്രെഡ്. സോ നാച്ചുറലി ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ പുവർ ആൻഡ് ദ റിച്ച് വൈഡൻഡ്. ആൻഡ് പോരാത്തതിന് എന്തുണ്ടായിരുന്നു, വരൾച്ച ഉണ്ടായിരുന്നു. വരൾച്ച എന്ന് പറയുന്നത് ഡ്രോട്ടും ഹെയിലും came in which reduced the harvest. This brought in the subsistence crisis എന്ന് വേണം നമ്മൾ ആൻസർ ചെയ്താൽ. അപ്പോൾ എങ്ങനെ ഒരു സബ്സിസ്റ്റൻസ് ക്രൈസിസ് വന്നതും ഭയങ്കര ഒരു പ്രശ്നമായി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഈ തേർഡ് എസ്റ്റേറ്റിൽ നമ്മൾ നോക്കി ആരുണ്ടായിരുന്നു എന്ന് നോക്കി, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സബ്സിസ്റ്റൻസ് ക്രൈസിസ് തേർഡ് എസ്റ്റേറ്റുകാർക്ക് കഷ്ടകാലമായിട്ട് വരുന്നു നോക്കി. അപ്പോൾ ഈ തേർഡ് എസ്റ്റേറ്റിലെ എല്ലാവർക്കും കഷ്ടകാലമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തേർഡ് എസ്റ്റേറ്റിൽ തന്നെ വേറൊരു മഷ്റൂം പോലെ കുറച്ച് നല്ല ലെവലിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരാരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് മിഡിൽ ക്ലാസ് പീപ്പിൾ. എസൻസും സാധാരണ വർക്കേഴ്സിനും ഒക്കെ അവരൊക്കെ ഇത്രയും കഷ്ടകാലം വരുമ്പോഴത്തേക്കും റിവോൾട്ട് ചെയ്യില്ലെന്ന് ചോദിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയായിട്ട് കുറച്ച് റിവോൾട്ട്സ് ഒക്കെ നടക്കുമായിരുന്നു, ടാക്സ് ഇൻക്രീസ് ചെയ്യുന്നതിനും ഫുഡ് സ്കാസിറ്റിക്കും എതിരെ. പക്ഷെ അവർക്കൊരു ഭയങ്കര ഒരു വലിയ റെവല്യൂഷൻ നടക്കുന്നതിനുള്ള ഒരു എന്താ പറയുക അറിവോ അല്ലെങ്കിൽ എക്കണോമിയോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഓർഡറോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം തേർഡ് എസ്റ്റേറ്റിൻ്റെ ഈ കുറച്ച് വിവരമുള്ള പ്രോസ്പെറസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഉള്ള ന്യൂ ഐഡിയ ഉള്ള ആൾക്കാർക്ക് വിട്ടുകൊടുക്കുമായിരുന്നു. അങ്ങനെ ആ ഗ്രൂപ്പുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ടോട്ടലി പഠിച്ചുകൊണ്ടിരിക്കുന്ന എസ്റ്റേറ്റുകളുടെ അവസ്ഥ. ഫസ്റ്റ് എസ്റ്റേറ്റിൽ ആരുണ്ടായിരുന്നു, സെക്കൻഡ് എസ്റ്റേറ്റിൽ ആരുണ്ടായിരുന്നു, തേർഡ് എസ്റ്റേറ്റിലെ ആൾക്കാരുടെ കഷ്ടകാലം എലോങ് വിത്ത് ദിയർ സബ്സിസ്റ്റൻസ് ക്രൈസിസ്. അപ്പോൾ അവരുടെ കൊച്ചു റെവല്യൂഷൻ ചെയ്യാൻ വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള മിഡിൽ ക്ലാസ് പീപ്പിളിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറയുന്നത്. 18th സെഞ്ച്വറിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ സോഷ്യൽ ഗ്രൂപ്പ്സ് വന്നു. മിഡിൽ ക്ലാസ് എന്ന പേരുള്ള സോഷ്യൽ ഗ്രൂപ്പുകാർ വന്നു. അവർക്ക് അത്യാവശ്യം കാശുണ്ടായിരുന്നു. അപ്പോൾ അവരെങ്ങനെയാണ് കാശുണ്ടാക്കുന്നത്? ദേ മെയ്ഡ് ദെയർ വെൽത്ത് ത്രൂ ഓവർസീസ് ട്രേഡ്. ഇപ്പോൾ പുറത്തോട്ട് അവർ ട്രേഡ് ചെയ്യും. ആൻഡ് മാത്രമല്ല വുള്ളൻ ആൻഡ് സിൽക്ക് ടെക്സ്റ്റൈൽ അവർ മാനുഫാക്ചർ ചെയ്യും. അപ്പോൾ ഈ വുള്ളൻ ആൻഡ് സിൽക്ക് ടെക്സ്റ്റൈലും കാശില്ലാത്തവർ വാങ്ങിക്കില്ല. സോ നാച്ചുറലി റിച്ച് മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റിയാണ് ഈ വുള്ളൻ ആൻഡ് സിൽക്ക് ടെക്സ്റ്റൈൽസ് ഒക്കെ വാങ്ങിക്കുന്നത്. ഇത് മാത്രമല്ല തേർഡ് എസ്റ്റേറ്റിൽ തന്നെ ഈ മിഡിൽ ക്ലാസ് പീപ്പിളിൽ ലോയേഴ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീഷ്യൽസ് അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഈ നാച്ചുറലി അവർ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു പൊസിഷനിലെത്തിയത്. അപ്പോൾ അവർ പറയുന്നത് ഈ പ്രിവിലേജ് ബൈ ബർത്ത് എന്ന് പറയുന്ന സാധനം, ഇന്ന കുലത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര നല്ല പൊസിഷൻ കിട്ടണം എന്നുള്ളത് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല സൊസൈറ്റിയിൽ. പ്രിവിലേജ്ഡ് ബൈ ബർത്ത് എന്നുള്ളത് ഉണ്ടാവാൻ പാടില്ല. ദ സോഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് അവരുടെ മെറിറ്റിൽ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. സോ സോഷ്യൽ പൊസിഷൻ ഷുഡ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഹിസ് ഓർ ഹെർ ബർത്ത്. ഇറ്റ് ഷുഡ് ഡിപ്പെൻഡ്
ഡിപ്പെൻഡ് ജസ്റ്റ് ഓൺ ഇറ്റ്സ് മെറിറ്റ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരുന്നു മിഡിൽ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. അപ്പം മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് തന്നെ തേർഡ് എസ്റ്റേറ്റിലുള്ള ആൾക്കാരാണ്. തേർഡ് എസ്റ്റേറ്റിലുള്ള ആൾക്കാർ എങ്ങനെ വെൽത്ത് സമ്പാദിച്ചു, ഈ മിഡിൽ ക്ലാസ് പീപ്പിൾ എന്ന് പറയുന്ന സോഷ്യൽ ഗ്രൂപ്പുകാരെ എങ്ങനെ വെൽത്ത് സമ്പാദിച്ചു, അവരുടെ തോട്ട് പ്രോസസ്സ് എന്താണ്, സൊസൈറ്റിയിലുള്ള പൊസിഷൻ എന്ന് പറയുന്നത് മെറിറ്റിലെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. മാത്രമല്ല അവരുടെ വിശ്വാസങ്ങളിൽ വേറൊരെണ്ണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ society should be based on freedom and equal laws and opportunity for all എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കുറച്ച് പ്രോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാർ പുട്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്ന ഐഡിയാസാണ്. ജോൺ ലോക്ക്, ജീൻ ജാക്വസ് റൂസോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള ഫിലോസഫേഴ്സ് ഈ ഐഡിയാസ് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ലോകത്തിൻ്റെ പല ഭാഗത്തും ഈ ഐഡിയാസ് വെച്ചിട്ട് കോൺസ്റ്റിറ്റ്യൂഷനും അവരുടെ ഒരു ഗവൺമെൻറ് ഫോം ചെയ്ത രീതിയൊക്കെ ഇവരുടെ ഐഡിയാസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്താ നമ്മൾ മിഡിൽ ക്ലാസിൻ്റെ തോട്ട് പ്രോസസ്സാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തോട്ട് പ്രോസസ്സിൽ ഏറ്റവും മെയിൻ എന്താ നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ മെറിറ്റ് അനുസരിച്ചിട്ട് വേണം സോഷ്യൽ പൊസിഷൻ എന്നുള്ളത് പഠിച്ചു. രണ്ടാമത് ഫ്രീഡവും ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഈക്വാലിറ്റി ബിഫോർ ലോ അനുസരിച്ചിട്ടായിരിക്കണം സൊസൈറ്റി എന്നാണ് അവർ ചിന്തിച്ചിരുന്നത് എന്ന് പഠിച്ചു. ആൻഡ് കുറേ പ്രോമിനൻറ്റ് ഫിലോസഫേഴ്സ് ഉണ്ട് ലൈക്ക് ജോൺ ലോക്ക് ആൻഡ് ജീൻ ജാക്വസ് റൂസോ. അപ്പോൾ അവരെന്താണ് ചെയ്തതെന്നാണ് ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത്. അവരെന്താ ചെയ്തത്, ഈ ജോൺ ലോക്ക് എന്ന് പറയുന്ന അദ്ദേഹം എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ 2 ട്രീറ്റീസ് ഓഫ് ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രബന്ധം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ 2 ട്രീറ്റീസ് ഓഫ് ഗവൺമെൻറ്റിൽ പുള്ളിക്കാരൻ പറഞ്ഞത് ഈ ഡോക്ട്രിൻ ഓഫ് ഡിവൈൻ, ഈ ടോട്ടലി ഈ ഡിവൈൻ പറയുന്നതാണ് എല്ലാം ശരി. അപ്പോൾ അതായത് ഡോക്ട്രിൻ ഓഫ് ഡിവൈനും മാത്രമല്ല കിങ്ങിൻ്റെ അബ്സല്യൂട്ട് പവർ, കിങ് എന്ത് തീരുമാനിക്കുന്നു അതാണ് അവസാനത്തെ വാക്ക് എന്ന് പറയുന്നത്, അബ്സല്യൂട്ട് റൈറ്റ് ഓഫ് മൊണാർക്കും മാത്രമല്ല ഡോക്ട്രിൻ ഓഫ് ഡിവൈൻ, ഈശ്വരൻ പറയുന്നത് ചെയ്യണം. അങ്ങനത്തെ 2 സംഭവങ്ങളും ഭയങ്കരമായിട്ട് ഒപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ജോൺ ലോക്ക് അതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഹി ബ്രോട്ട് ഇൻ എ ഡോക്യുമെന്റ് നോൺ ആസ് 2 ട്രീറ്റീസ് ഓഫ് ഗവൺമെന്റ്. അതിൽ തന്നെ അദ്ദേഹം ഡോക്ട്രിൻ ഓഫ് ഡിവൈനെയും ഒപ്പോസ് ചെയ്തു, മാത്രമല്ല അബ്സല്യൂട്ട് റൈറ്റ് ഓഫ് മൊണാർക്കിനെയും ഒപ്പോസ് ചെയ്തു. റൂസോ എന്താ ചെയ്തത്, ജാക്വസ് റൂസോ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്തത് ഗവൺമെൻറ് എന്ന് പറയുന്നത് ഗവൺമെൻറ് എങ്ങനെ ഉണ്ടാവണമെന്ന് അദ്ദേഹം പറയാണ് ചെയ്തത്. സോ ഗവൺമെൻറ് ഷുഡ് ബി ബേസ്ഡ് ഓൺ എ സോഷ്യൽ കോൺട്രാക്ട് ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് ദർ റെപ്രസെൻറ്റേറ്റീവ്സ് എന്നാണ് റൂസോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ 2 പേര് ചെയ്ത എന്താണ് സോഷ്യൽ വർക്ക് എന്താ ചെയ്തതെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി മോണ്ടെസ്ക്യൂ എന്ന് പറഞ്ഞിട്ട് വേറൊരാളുണ്ടായിരുന്നു. സോ മോണ്ടെസ്ക്യൂ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രബന്ധം കൊണ്ടുവന്നു. അതിലെന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു പ്രത്യേക രീതിയിലാണ് ഗവൺമെൻറ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു. സോ ഗവൺമെൻറ് എങ്ങനെ ഉണ്ടാക്കണം, ഗവൺമെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ ദർ ഷുഡ് ബി എ ഡിവിഷൻ ഓഫ് പവർ. ഹൗ ദ പവർ ഷുഡ് ബി ഡിവൈഡഡ്, ദ പവർ ഷുഡ് ബി ഡിവൈഡഡ് ആസ് ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി, ഇങ്ങനെ 3ആയിട്ട് തിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മോണ്ടെസ്ക്യൂ അന്ന് പറഞ്ഞ ഈ 3 ഡിവിഷൻ ഓഫ് പവറാണ് ഈ പറയുന്ന പോലെ സകല രാജ്യങ്ങളും ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. മിക്ക രാജ്യങ്ങളും അത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മോഡൽ ഓഫ് ഗവൺമെൻറ് ആദ്യത്തെ കാലങ്ങളിൽ USA വന്നു. ഈ 13 കോളനീസ്, 13 കോളനീസ് ബ്രിട്ടൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ബ്രിട്ടൻ്റെ കീഴിൽ നിന്ന് ഇൻഡിപെൻഡൻസ് കിട്ടിയ ഉടനെ ഈ മോഡൽ ഓഫ് ഗവൺമെൻറ് ആണ് അവർ ഫോളോ ചെയ്തത്. മോണ്ടെസ്ക്യൂ പറഞ്ഞ സ്പിരിറ്റ് ഓഫ് ലോസിൽ പറഞ്ഞിരിക്കുന്ന മോഡൽ ഓഫ് ഗവൺമെന്റ് ആണ് അവർ ഫോളോ ചെയ്തത്. അങ്ങനെ അതേപോലെ തന്നെ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ്സ് ഗ്യാരണ്ടി ഓഫ് ഇൻഡിവിജ്വൽ റൈറ്റ്സ്. അപ്പോൾ അമേരിക്കക്കാർ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തു, അവരുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ തന്നെ അവർ ഇൻഡിവിജ്വൽ റൈറ്റ്സ് എല്ലാവർക്കും കൊടുത്തു. ഇത് രണ്ടെണ്ണവും ഈ പൊളിറ്റിക്കൽ തിങ്കേഴ്സിനെ, ഫ്രാൻസിൻ്റെ ഉള്ളിലത്തെ പൊളിറ്റിക്കൽ തിങ്കേഴ്സിനെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. അപ്പോൾ ഈ ഐഡിയാസ് എല്ലാം ഇങ്ങനെ ഫ്രാൻസിലുള്ള ഫിലോസഫേഴ്സ് പറയുന്ന ഐഡിയാസ് എല്ലാം ഈ ഫ്രാൻസിൽ ഭയങ്കരമായിട്ട് ഡിസ്കഷൻ നടന്നു. അപ്പോൾ ഈ സാധാരണ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഡിസ്കഷൻ ഏറ്റവും കൂടുതൽ എവിടെയാണ് നടക്കുക, ചായക്കടകളിലും ബാർബർ ഷോപ്പുകളിലും. അപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് കോമൺ ആയിട്ടുള്ള ആൾക്കാർ മുഴുവനും ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഈ ഐഡിയാസ് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്തത്, ബുക്സിൽ കൂടിയും ന്യൂസ് പേപ്പറിൽ കൂടിയും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എഴുത്തും വായന അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എഴുത്തും വായന അറിയാവുന്നവർ ഉറക്കെ വായിച്ചും കൂടി തുടങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് ലൂയിസ് 16 ടാക്സസ് ഇമ്പോസ് ചെയ്യാനായിട്ട് ഒരു തീരുമാനം കൊണ്ടത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഓടിച്ചു നോക്കാം എന്തൊക്കെ പഠിച്ചു. ഫസ്റ്റ് 2 എസ്റ്റേറ്റുകാരുടെ അവസ്ഥ പഠിച്ചു, 3rd എസ്റ്റേറ്റിൻ്റെ കഷ്ടകാലം എങ്ങനെയൊക്കെയാണെന്നുള്ളത് പഠിച്ചു, കൂട്ടത്തിൽ സബ്സിസ്റ്റൻസ് ക്രൈസിസ് എന്താണെന്ന് പഠിച്ചു. അതിനുശേഷം ഇതൊക്കെ റിവോൾട്ട് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് റിവോൾട്ട് ചെയ്യും, പക്ഷേ ഫുൾ സ്കെയിൽ റെവല്യൂഷൻസ് ഒന്നും അവർക്ക്
പാവപ്പെട്ടവർക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ മിഡിൽ ക്ലാസ്സിനാണ് ഫുൾ സ്കെയിൽ റെവല്യൂഷൻ്റെ ചുമതല ഏൽപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ മിഡിൽ ക്ലാസ് ആരാന്ന് പഠിച്ചു. മിഡിൽ ക്ലാസ്സിൽ എന്തൊക്കെ ടൈപ്പ് ജോലി ചെയ്തിട്ടാണ് ആൾക്കാർക്ക് വെൽത്ത് സമ്പാദിക്കുന്നതെന്ന് പഠിച്ചു. പിന്നെ അവരുടെ ഐഡിയാസ് പഠിച്ചു. ഈ ഐഡിയാസിൽ എല്ലാവർക്കും ഈക്വാലിറ്റി വേണം, ലോസിന് മുമ്പിൽ ഈക്വൽ ആയിരിക്കണം, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആയിരിക്കണം, സോഷ്യൽ സ്റ്റേറ്റസ് എന്ന് പറയുന്നത് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. മാത്രമല്ല കുറേ ഫിലോസഫേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ പഠിച്ചു. ഫിലോസഫേഴ്സ് 3 പേരുടെ കോൺട്രിബ്യൂഷനാണ് നമ്മൾ പഠിച്ചത്. മാത്രമല്ല മോണ്ടെസ്ക്യൂ. എന്നിട്ട് ഇത് നമ്മൾ USA ഇംപ്ലിമെൻറ്റ് ചെയ്തു. USA ഇംപ്ലിമെൻറ്റ് ചെയ്ത ഫിലോസഫീസ് മുഴുവനും ഫ്രാൻസുകാരെയും സ്വാധീനിച്ചു എന്ന് നമ്മൾ പഠിച്ചു. മാത്രമല്ല ഈ ഐഡിയാസ് എല്ലാം കോമൺ പീപ്പിളിലേക്ക് വളരെയധികം എങ്ങനെയാണ് എത്തിയത് എന്നും പഠിച്ചു. അവസാനം എന്താണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്? ലൂയിസ് 16 ഭരണാധികാരത്തിൽ കയറി ഇനി എങ്ങനെയാണ് വീണ്ടും തേർഡ് എസ്റ്റേറ്റുകാരുടെ അവസ്ഥ കഷ്ടകാലമാക്കിയത് എന്നാണ് അടുത്തത് പഠിക്കാൻ പോകുന്നത്. അങ്ങനെ ലൂയിസ് 16 1774 ഫ്രാൻസിൻ്റെ അധികാരത്തിൽ കയറി. അദ്ദേഹത്തിന് 20 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഓസ്ട്രിയൻ പ്രിൻസ് മേരി ആന്റോണേറ്റ് എന്ന് പറയുന്ന ഓസ്ട്രിയൻ പ്രിൻസസിനെ കല്യാണവും കഴിച്ചു. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ കയറിയ ഉടനെ ധൈര്യമായിട്ട് പുള്ളിക്കാരൻ പോയിട്ട് ഒരു ട്രഷറിയൊക്കെ തുറന്നു നോക്കി, എത്ര കാശുണ്ടെന്ന് നോക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും അതിൽ നയാ പൈസ ഇല്ല. അപ്പം എന്തുകൊണ്ടാണ് empty ട്രഷറി ആയത്? ബിക്കോസ് കുറേ കാലം യുദ്ധം ചെയ്ത് ലോങ് ഇയേഴ്സ് ഓഫ് വാർ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസിന് ഓഫ് ഫ്രാൻസിനെ ഭയങ്കരമായിട്ട് മോശമാക്കി. പോരാത്തതിന് എക്സ്ട്രാവാഗൻ കോട്ടാണ് അവർ വേഴ്സൈൽസ് എന്ന് പറയുന്നത്. ഭയങ്കര ഇമ്മൻസ് പാലസ് ഓഫ് വേഴ്സൈൽസിലെ ഭയങ്കര എക്സ്ട്രാവാഗൻ കോട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. സോ ദിസ് ഓൾസോ ഡ്രെയിൻസ് ദ ട്രഷറി. അടുത്തത് പോരാത്തതിന് ലൂയിസ് 16 എന്ത് ചെയ്തു? ഫ്രാൻസ് നമ്മുടെ ലൂയിസ് 16ന്റെ കീഴിൽ ഫ്രാൻസ് അമേരിക്കക്കാരെ സഹായിക്കാനായിട്ട് പോയി. അമേരിക്കക്കാരോട് പറഞ്ഞു ബ്രിട്ടനിൽ നിന്ന് ഇൻഡിപെൻഡൻസ് കിട്ടാൻ ഞങ്ങളെ സഹായിക്കാൻ. അപ്പോൾ ആ സഹായവും ഈ പറയുന്നത് പോലെ ട്രഷറീനെ ഡ്രെയിൻ ചെയ്തു. അങ്ങനെ ഈ ഒരു വാർ നടന്നപ്പോഴത്തേക്കും ഓൾറെഡി 1 ബില്യൺ ലെവർ ഡെപ്റ്റ് ഉണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് 2 ബില്യൺ ലെവർ ഡെപ്റ്റായിട്ട് മാറി, കടമായിട്ട് മാറി. 2 ബില്യൺ ലെവേഴ്സ് അവർക്ക് കടമുണ്ടായിരുന്നു. അപ്പോൾ ഈ ലെൻഡേഴ്സ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഞങ്ങൾക്ക് കൂടുതൽ പലിശ തന്നാലേ ഞങ്ങൾ കാശ് തരുള്ളൂ എന്ന് പറഞ്ഞു. സോ കാശ് കൊടുക്കുന്ന ലെൻഡേഴ്സ് എല്ലാവരും 10% ആണ് ലോണിന് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തത്. സോ ഈ പറയുന്നത് പോലെ അവർക്ക് ടാക്സ് ആയിട്ട്, ഫ്രഞ്ച് ഗവൺമെൻറ്റിന് ടാക്സ് ആയിട്ട് കിട്ടുന്ന ബഡ്ജറ്റ് മുഴുവനും, ടാക്സിൻ്റെ ബഡ്ജറ്റിൽ കൂടുതൽ ശതമാനവും ഇൻട്രസ്റ്റ് പേ ചെയ്യാനായിട്ട് മാറ്റിവെച്ചു. സോ റെഗുലർ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട്, റെഗുലർ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഏതൊക്കെ എക്സ്പെൻസ് ഉണ്ടാവും? ആർമീനെ കൊണ്ട് നടത്തുന്നത്, കോർട്ട്, ഗവൺമെൻറ് ഓഫീസസ് കൊണ്ട് നടത്തുന്നതിനൊക്കെ അവർക്ക് കൂടുതൽ കാശ് വേണ്ട അവസ്ഥ വന്നു. സോ കാശ് എങ്ങനെ കിട്ടും? ആകെപ്പാടെ ഒരേ ഒരു വഴി ടാക്സ് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അവർ ടാക്സ് കൂട്ടാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഇതിലെന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടാക്സ് ആരാ കൊടുക്കുന്നത്? ആകെ തേർഡ് എസ്റ്റേറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. തേർഡ് എസ്റ്റേറ്റുകാർക്ക് മാത്രം ഈ ഒരു ബർഡൻ കൈമാറും. സോ ഓട്ടോമാറ്റിക്കലി ലൂയിസ് 16 തേർഡ് എസ്റ്റേറ്റുകാരുടെ അവസ്ഥ വളരെ മോശമാക്കി. അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം ടാക്സ് കൂട്ടാനുള്ള തീരുമാനം എടുത്തത്? അദ്ദേഹം അധികാരത്തിൽ കയറിയ empty ട്രഷറി ആയിരുന്നു. എന്തുകൊണ്ടാണ് ട്രഷറി empty ആയത്? എക്സ്ട്രാവാഗൻറ്റ് കോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്തത് ലോങ് ഇയേഴ്സ് ഓഫ് വാർ ഉണ്ടായിരുന്നു. പോരാത്തതിന് 13 കോളനീസിനെ, അമേരിക്കൻ കോളനീസിനെ ഇവർ ഹെൽപ്പ് ചെയ്തിട്ടാണ് ബ്രിട്ടനിൽ നിന്ന് മോചിപ്പിച്ചത്. അതും പോരാഞ്ഞിട്ട് ലെൻഡേഴ്സ് 10% ഇൻട്രസ്റ്റ് ആണ് ലോണുകൾക്ക് ഈടാക്കിക്കൊണ്ടിരുന്നത്. അതും പോരാഞ്ഞിട്ട് ഈ റെഗുലർ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് അവരുടെ കയ്യിൽ കാശില്ല എന്നുള്ള അവസ്ഥയായി. അങ്ങനെയാണ് അൾട്ടിമേറ്റ്ലി ടാക്സ് കൂട്ടാമെന്നുള്ളത് തീരുമാനിച്ചത്. അപ്പോൾ ഈ പറയുന്നത് പോലെ ഈ ഫ്രഞ്ച് സൊസൈറ്റിയിൽ ഭയങ്കര വ്യാപിച്ചിട്ട് ഡിസ്കഷൻ വരാൻ തുടങ്ങി. കിങ് ഇസ് ഗോയിങ് ടു ഇൻക്രീസ് ദ ടാക്സസ്. അങ്ങനെ ടാക്സ് ഇൻക്രീസ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു, റൈറ്റ്? പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കിങ്ങിന് മാത്രമായിട്ട് ടാക്സ് ഇൻക്രീസ് ചെയ്യാനായിട്ട് തീരുമാനിക്കാൻ പറ്റില്ല. അതിനൊരു എസ്റ്റേറ്റ് മീറ്റിംഗ് വേണം. അപ്പോൾ 3 എസ്റ്റേറ്റുകാരും ഒന്നിച്ചിട്ട് വേണം മീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എസ്റ്റേറ്റ് ജനറൽസ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ബോഡി ഉണ്ടായിരുന്നു. എസ്റ്റേറ്റ് ജനറൽസ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ബോഡി. അവിടേക്ക് 3 എസ്റ്റേറ്റുകാരും അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ അയക്കും. എന്നിട്ട് ഒന്നിച്ചിട്ടാണ് തീരുമാനിക്കുന്നത് ദാറ്റ് നമ്മൾ പുതിയ ടാക്സസ് ഈടാക്കാൻ പോവുകയാണെന്ന്. അവരുടെയും കൂടി അപ്രൂവൽ വേണം. പക്ഷെ മൊണാർക്കിന് മാത്രമേ ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ എപ്പോഴാണ് ഈ മീറ്റിംഗ് വിളിക്കേണ്ടത് എന്ന്. അപ്പോൾ ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു മീറ്റിംഗ് നടന്നത് ഓൾമോസ്റ്റ് 1000 വർഷങ്ങൾക്ക് മുമ്പാണ്. 1614 നടന്നത്. 100 വർഷത്തിന് മുമ്പാണ്. 1614 കഴിഞ്ഞിട്ട് 1789 പിന്നീട് ലൂയിസ് 16 ഇങ്ങനെ ഒരു അസംബ്ലി, എസ്റ്റേറ്റ് ജനറൽസിൻ്റെ അസംബ്ലി വെച്ചത്. എന്തിനു വേണ്ടിയിട്ട് അദ്ദേഹം വെച്ചത്? പുതിയ ടാക്സ് കൊടുക്കാൻ വേണ്ടി. എന്തിനാ പുതിയ ടാക്സ്? കാരണം കയ്യിൽ നയാ പൈസയിലെ empty ട്രഷറിയാണ്. അപ്പോൾ എന്തുകൊണ്ട് empty ട്രഷറി എന്ന് നമ്മൾ പഠിച്ചു.
അങ്ങനെ ഇനി മീറ്റിങ്ങിൻ്റെ കാര്യം നമ്മൾ പഠിക്കാൻ പോവാം. ഇപ്പം മീറ്റിംഗ് വന്നപ്പോഴത്തേക്കും വേഴ്സൈൽസ് എന്ന് പറയുന്ന ഒരു ഭയങ്കര വലിയ ഹാളിലാണ് ഈ മീറ്റിംഗ് നടന്നത്. ഫസ്റ്റ് 2 എസ്റ്റേറ്റുകാർ 300 റെപ്രസെൻറ്റേറ്റീവ്സിന് വീതം അയച്ചു. അവർക്ക് നല്ല ഭംഗിയിൽ ഫസ്റ്റ് 2 റോയിൽ 2 സൈഡുകളിലായിട്ട് അവരെ പിടിച്ചിട്ട് ഇരുത്തി. തേർഡ് എസ്റ്റേറ്റ് 600 പേരെ അയച്ചു. മാത്രമല്ല 40,000 ലെറ്റേഴ്സ്, അവരുടെ കഷ്ടകാലം പറഞ്ഞിട്ട് അവരുടെ ദുരിതങ്ങളെല്ലാം പറഞ്ഞിട്ട് 40,000 ലെറ്റേഴ്സും അയച്ചു. അപ്പോൾ കുറേ 600 റെപ്രസെൻറ്റേറ്റീവ്സിന് അയച്ചു. പക്ഷെ അവർ പുറകിൽ കയ്യും കെട്ടിയിട്ട് നിൽക്കണം, അവർക്ക് ഇരിക്കാനൊന്നും സ്ഥലം കൊടുത്തില്ല. അപ്പം തന്നെ ഭയങ്കര ഡിസ്ക്രിമിനേഷൻ അവർ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ തേർഡ് എസ്റ്റേറ്റുകാരെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് അയച്ചത് കുറച്ചും കൂടി പ്രോസ്പെറസ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സിനെയാണ്. ഈ പറയുന്ന പോലെ താഴേക്കിടയിലുള്ള പെസൻസിനെയോ ആർട്ടിസൻസിനെയോ വിമനെയോ ഒന്നും എൻ്റർ ചെയ്യാനായിട്ട് സമ്മതിച്ചില്ല എന്ന് പറയാം. അങ്ങനെ വന്നപ്പോൾ പണ്ട് എങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ നമ്മൾ വോട്ട് ചെയ്തിട്ടാണ് പുതിയ ടാക്സിന് വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ വോട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര കാലം ചെയ്തിട്ട് ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ട്, അതായത് 300 പേർക്കും കൂടി ഫസ്റ്റ് എസ്റ്റേറ്റിന് ഒറ്റ വോട്ടേ ഉള്ളൂ. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതേ പ്രിൻസിപ്പൽ തന്നെ ഫോളോ ചെയ്യാമെന്നുള്ളത് പറഞ്ഞു, ലൂയി 16 പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 2 എസ്റ്റേറ്റുകാരും പറയും ടാക്സ് കൂട്ടണം എന്ന് പറയും, മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ പറയും ടാക്സ് കൂട്ടണ്ട. അപ്പോൾ 2:1 ടാക്സ് കൂട്ടണം എന്ന് തന്നെ ലൂയി 16 കയറി തീരുമാനിക്കും. അപ്പോൾ തേർഡ് എസ്റ്റേറ്റുകാർ പറഞ്ഞു ഈ വോട്ടിംഗ് ശരിയാവില്ല, ഓരോ മെമ്പേഴ്സിനും ഒരു വോട്ട് എന്നുള്ള നിലയിൽ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എന്തുകൊണ്ട് പറഞ്ഞു, ഈ ജോൺ ഇങ്ങനെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ, മറ്റേ റൂസോ പറഞ്ഞിരിക്കുന്ന ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്, സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്ന ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ പ്രകാരം എല്ലാവർക്കും ഒരു വോട്ട് എന്നുള്ള നിലയിലാണ്. അപ്പം അതൊക്കെ പറഞ്ഞത് എല്ലാവർക്കും ഒരു വോട്ട് തരണം. അപ്പം കിങ് കൂളായിട്ട് അത് കയറി റിജക്റ്റ് ചെയ്തു. അപ്പോൾ തേർഡ് എസ്റ്റേറ്റുകാർ വാക്കൗട്ട് ചെയ്തു, അസംബ്ലിയിൽ നിന്ന് വാക്കൗട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, അവർ 20th ജൂണിന് അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ അദ്ദേഹം ലൂയി 16 ടാക്സ് കൂട്ടാൻ വേണ്ടിയിട്ട് മീറ്റിംഗ് വെച്ചു. മീറ്റിങ്ങിന് എസ്റ്റേറ്റുകാരെ എത്ര റെപ്രസെൻറ്റേറ്റീവ്സിന് അയച്ചു, അവരെങ്ങനെയാണ് ഡിസ്ക്രിമിനേഷൻ ആ മീറ്റിങ്ങിൽ തന്നെ കാണിച്ചതെന്ന് പഠിച്ചു. മാത്രമല്ല തേർഡ് എസ്റ്റേറ്റിൽ നിന്ന് ആരാണ് പോയത്, കൂട്ടത്തിൽ 40,000 ലെറ്റർ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് വോട്ടെടുപ്പ് എങ്ങനെയാണ് ചെയ്യാൻ തീരുമാനിച്ചത്, തേർഡ് എസ്റ്റേറ്റുകാരെ എങ്ങനെയാണ് വോട്ട് എടുക്കണം എന്ന് പറഞ്ഞത്, കിങ് അത് റിജക്റ്റ് ചെയ്തു ആൻഡ് ദേ വാക്ക്ഡ് ഔട്ട്. ആൻഡ് അവസാനം എന്ത് ചെയ്തു, 20th ജൂണിന് ഒരു ഇൻഡോർ ടെന്നീസ് കോർട്ട് ഉണ്ട് വേഴ്സൈൽസിൽ, അവിടെ പോയിട്ട് ഈ ആൾക്കാരെല്ലാവരും റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് തേർഡ് എസ്റ്റേറ്റ് അവിടെ പോയിട്ട് മീറ്റിംഗ് ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ ഡിക്ലെയർ ദെംസെൽസ് ആസ് നാഷണൽ അസംബ്ലി. എന്നിട്ട് അവർ പറഞ്ഞു നമ്മൾ ഒരു നല്ല കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രാൻസിന് ഉണ്ടാക്കുന്നത് വരെ നമ്മൾ ഡിസ്പേഴ്സ് ആവില്ല. ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ വി വിൽ ലിമിറ്റ് ദ പവർ ഓഫ് മൊണാർക്ക്. മൊണാർക്കിന് എന്ത് തോന്നിയാസവും തീരുമാനിക്കാം എന്നുള്ള പവർ നമ്മൾ എടുത്ത് കളയും. എല്ലാ പവേഴ്സും നമ്മൾ മൊണാർക്കിന് കൊടുക്കില്ല. വി ഷുഡ് ലിമിറ്റ് ദ പവർ ഓഫ് മൊണാർക്ക്. അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരാരെ ലീഡ് ചെയ്തത്, മിറാബ്യൂ ആൻഡ് അബേസിയസ് എന്ന് പറഞ്ഞിട്ട് 2 പേരാണ് ചെയ്തത്. അപ്പം മിറാബ്യൂ എന്ന് പറയുന്നത് നോബിൾ ഫാമിലി, കിങ്ങിൻ്റെ തന്നെ ഫാമിലിയിലുള്ള ആളാണ്. പക്ഷെ പുള്ളിക്കാരൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ സൊസൈറ്റിയിലുള്ള ഫ്യൂഡൽ പ്രിവിലേജസ് ഒക്കെ എടുത്തു കളയേണ്ട സമയം അതിക്രമിച്ചു എന്നല്ല. അപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര വലിയ പവർഫുൾ സ്പീച്ചസ് ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു. അതേപോലെ അബേസിയസ് എന്ന് പറയുന്നത് പ്രീസ്റ്റാണ്, അപ്പോൾ ക്ലർജിയിലുള്ള ആളാണ്. അപ്പോൾ പുള്ളിക്കാരനും കുറേ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പാംഫ്ലെറ്റ്സ് ഒക്കെ ചെറിയ ചെറിയ നോട്ടുകളൊക്കെ ഇറക്കുമായിരുന്നു. അങ്ങനെ നാഷണൽ അസംബ്ലി അവിടെ തേർഡ് എസ്റ്റേറ്റുകാരെല്ലാം ഇറങ്ങിപ്പോയിട്ട് ടെന്നീസ് കോർട്ടിൻ്റെ ഉള്ളിൽ നാഷണൽ അസംബ്ലി ആണെന്ന് പ്രഖ്യാപിച്ചല്ലോ. നാഷണൽ അസംബ്ലി അവിടെ ഇരുന്നിട്ട് തകർത്തിരുന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ബാക്കിയുള്ള ഫ്രാൻസിൽ എന്താ സംഭവിക്കുന്നത്, അവിടെ ഫുൾ ഭയങ്കര ടേമോയിൽ, ഭയങ്കര പ്രശ്നങ്ങളാണ്. എന്താ പ്രശ്നം, ഭയങ്കര സിവിയർ ഒരു വിൻ്ററാണ് ആ സമയത്ത് വന്നത്. അപ്പം നാച്ചുറലി അവരുടെ ഹാർവെസ്റ്റ് മുഴുവനും നശിച്ചു. ബ്രെഡൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ ഭയങ്കരമായിട്ട് ബ്രെഡിൻ്റെ കാശ് കൂടി. അപ്പോൾ ബേക്കേഴ്സ് പോരാത്തതിന് അവർ ഒളിപ്പിച്ച് വെക്കാൻ തുടങ്ങി കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർക്ക് കൂടുതൽ കാശ് കിട്ടുമല്ലോ, അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ബേക്കേഴ്സ് ഭയങ്കരമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ കുറേ നേരം വിമനെല്ലാം ഇങ്ങനെ കുറേ വലിയ ക്യൂകളിൽ നിന്നിട്ട് അവസാനം എന്താ പറയുക, ബ്രെഡ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരാൻ തുടങ്ങി. വിമൻ ഉൾപ്പെടെ ദേഷ്യം വന്നിട്ട് അവർ പോയിട്ട് ദേ സ്റ്റാർട്ടഡ് സ്റ്റോമിങ് ഇൻ ടു ദ ബേക്കറി ആൻഡ് ഷോപ്സ്. ഭയങ്കരമായിട്ട്
എല്ലാവരും ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പോഴാണ് കിങ് പറഞ്ഞത് 14th ജൂലൈയിലേക്ക് കിങ് പറഞ്ഞത് ട്രൂപ്സ് എല്ലാവരും പാരീസിൽ കയറാൻ. അപ്പോൾ ആദ്യത്തെ സീനാണ് ഈ 14th ജൂലൈയിൽ എല്ലാ ട്രൂപ്സും കൂടി ഉള്ളിലേക്ക് കയറുന്നത്. ഉള്ളിലേക്ക് കയറിയ ഉടനെയാണ് നമ്മുടെ ക്രൗഡ് എല്ലാവരും റൂമർ സ്പ്രെഡ് ചെയ്തിട്ട് ഈ ബാസ്റ്റിലിനെ പോയിട്ട് തച്ചുടച്ചത്. ഇതും പോരാഞ്ഞിട്ട് ഈ റൂമർ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ കൂടി റെവല്യൂഷനൊക്കെ വരുമ്പോൾ കുറേ റൂമേഴ്സ് വരുമല്ലോ. അപ്പോൾ പല വില്ലേജുകളിലും റൂമർ വരാൻ തുടങ്ങി. ലോർഡ്സ് എല്ലാവരും ഈ എന്താ പറയുക കുറേ ഒരു വലിയ സെറ്റ് ഓഫ് ബ്രിഗൻസിനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ബ്രിഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്താ പറയുക നശിപ്പിക്കാനായിട്ടുള്ളവരെയൊക്കെ കുറേ പേരെ വിളിച്ചിട്ടുണ്ട്. ബ്രിഗൻസിനെ വിളിച്ചിട്ടുണ്ട് ഇൻ ഓർഡർ ടു ഡിസ്ട്രോയ് ദ റൈസ് ക്രോപ്സ്. അപ്പോൾ ആകെപ്പാടെ അവൈലബിൾ ആയിട്ടുള്ള റൈസ് ക്രോപ്പും കൂടി നശിക്കാൻ പോവാണെന്ന് കേട്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും അങ്ങ് പേടിയാവാൻ തുടങ്ങി, ദേഷ്യം വരാൻ തുടങ്ങി. അപ്പോൾ അവർ കൈ കിട്ടുന്ന ആയുധങ്ങളെല്ലാം കൂടി വെച്ചിട്ട് അവർ ഈ ബംഗ്ലാവ്സ് ഓഫ് ലോർഡ്സ് എല്ലാം കയറി ആക്രമിക്കാൻ തുടങ്ങി. മാത്രമല്ല അവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഗ്രെയിൻസും ഡോക്യുമെൻസും അവരുടെ എന്തൊക്കെ മാനോറിയൽ ഡ്യൂസ് ഉണ്ട്, എന്തൊക്കെ കടം കൊടുക്കാനുണ്ട്, ആ മാനോറിയൽ ഡ്യൂസിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കയറി അങ്ങോട്ട് നശിപ്പിച്ചു. അപ്പോൾ നോബിൾസ് എല്ലാവരും കൂടി പേടിച്ചിട്ട് ബാക്കിയുള്ള കൺട്രിയിലേക്ക് ഒളിച്ചോടിപ്പോയി. അങ്ങനെ അവസാനം ഈ ഭയങ്കരമായിട്ട് റിവോൾട്ട് എല്ലാം കണ്ടതോടുകൂടി ലൂയി 16 പറഞ്ഞു, ശരി ഞങ്ങൾ നാഷണൽ അസംബ്ലിനെ റെക്കഗ്നൈസ് ചെയ്യാം, നാഷണൽ അസംബ്ലി എന്ന് പറയുന്നത് ഒഫീഷ്യലാക്കാം, മാത്രമല്ല നിങ്ങൾക്ക് ഞങ്ങൾ അധികാരം തരാം ഇൻ ഓർഡർ ടു ചെക്ക് മൈ പവർ വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ എൻ്റെ പവറിനെ ചെക്ക് ചെയ്യാനുള്ള അധികാരം, എൻ്റെ പവറിനെ തടയാനുള്ള അധികാരം നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് തരാം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ നാഷണൽ അസംബ്ലി എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫ്യൂഡൽ സിസ്റ്റം അബോളിഷ് ചെയ്തു. ഫ്യൂഡൽ സിസ്റ്റം ഓഫ് ഒബ്ലിഗേഷൻ ആൻഡ് ടാക്സസ് അവർ കയറി അബോളിഷ് ചെയ്തു. ഫസ്റ്റ് ചെയ്തതാണ് ആ ഫ്യൂഡൽ സിസ്റ്റത്തിനെ അബോളിഷ് ചെയ്തത്. അപ്പോൾ അതേപോലെ തന്നെ പിന്നീട് എന്ത് ചെയ്തു, ക്ലർജിയിലുള്ള മെമ്പേഴ്സിനെയും ദേ വർ ഫോഴ്സ്ഡ് ടു ഗിവ് അപ്പ് ദ പ്രിവിലേജസ് ആൻഡ് ടിത്തസ് അബോളിഷ് ചെയ്തു. ചർച്ച് കോൺഫിസ്കേറ്റ് ചെയ്തിരിക്കുന്ന ലാൻഡ് അബോളിഷ് ചെയ്തു. അങ്ങനെ അവസാനം ഗവൺമെൻറ്റിന് ഓൾമോസ്റ്റ് 2 ബില്യൺ ലെവേഴ്സാണ് കിട്ടിയത്. സോ നമ്മൾ എന്തൊക്കെ പഠിച്ചു, മീറ്റിംഗ് എങ്ങനെ നടന്നു, മീറ്റിങ്ങിൽ തന്നെ എങ്ങനെയാണ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ നടന്നതെന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് തേർഡ് എസ്റ്റേറ്റുകാർ എങ്ങനെ ഇലക്ഷൻ ചെയ്യണം എന്ന് ഡിമാൻഡ് ചെയ്തു ആൻഡ് അതെങ്ങനെ കിങ് റിജക്ട് ചെയ്തു. അവർ പോയിട്ട് വേറൊരു സ്ഥലത്ത് മീറ്റിംഗ് നടത്തിയിട്ട് നാഷണൽ അസംബ്ലിയിൽ നിന്ന് പ്രഖ്യാപിച്ചു. അത് മാത്രമല്ല അവർ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാമെന്ന് തീരുമാനിച്ചു. അവർ ആരാണ് ലീഡ് ചെയ്തത്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് കണ്ടു. അത് കഴിഞ്ഞപ്പോൾ നാഷണൽ അസംബ്ലി അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ബാക്കിയുള്ള ഫ്രഞ്ചിൽ എന്താണ് നടന്നത്, ആ ഫ്രാൻസിൻ്റെ ടേമോയിലിൻ്റെ കാര്യങ്ങളും ബാസ്റ്റിൽ തകർത്തുള്ള കാര്യങ്ങളും എല്ലാം പഠിച്ചു. പിന്നെ വില്ലേജസിൽ അവർ കയറി ലോർഡ്സിനെ ആക്രമിച്ചതും ഡോക്യുമെൻറ്റ്സ് നശിപ്പിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. അതുമാത്രമല്ല ലൂയി 16 അവസാനം കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ് ചെയ്തു, മാത്രമല്ല നാഷണൽ അസംബ്ലിനെ റെക്കഗ്നൈസ് ചെയ്തു. അങ്ങനെ നാഷണൽ അസംബ്ലി ഒരു ഡിക്രി പാസ് ചെയ്തു. എന്താണ് ആ ഡിക്രി എന്ന് പറഞ്ഞാൽ, ഫ്യൂഡൽ സിസ്റ്റത്തിൻ്റെ ഒബ്ലിഗേഷൻസും ടാക്സസും അബോളിഷ് ചെയ്തു. മാത്രമല്ല ക്ലർജി പ്രിവിലേജ് അവർ ക്ലർജി വർ ഫോഴ്സ്ഡ് ടു ഗിവ് അപ്പ് ദെയർ പ്രിവിലേജസ്. അത് മാത്രമല്ല ടിത്തസ് അബോളിഷ് ചെയ്തു, ചർച്ചിൻ്റെ ലാൻഡ്സ് എല്ലാം കോൺഫിസ്കേറ്റ് ചെയ്തു. അങ്ങനെ ഗവൺമെൻറ്റിന് അസറ്റായിട്ട് ഓൾമോസ്റ്റ് 2 ബില്യൺ ലെവേഴ്സ് കിട്ടി എന്നുള്ളത് പറഞ്ഞു. ഇനി നാഷണൽ അസംബ്ലിയുടെ കാര്യമാണ്. ഇനി നാഷണൽ അസംബ്ലിയുടെ കുറച്ച് നേരം നാഷണൽ അസംബ്ലിയുടെ കാലമാണ്. അപ്പം നാഷണൽ അസംബ്ലി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നാഷണൽ അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്, മൊണാർക്കിൻ്റെ പവറിനെ ഒന്ന് പിടിച്ചടക്കുക, ഒന്ന് ലിമിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ പവർ. സോ പവർ എന്ന് പറയുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് ഇൻ വൺ ഹാൻഡ്, ഇപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂഷൻ 3 ഇൻസ്റ്റിറ്റ്യൂഷൻ ലെജിസ്ലേറ്റർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നുള്ള 3 ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു പവർ. അങ്ങനെ ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കായിട്ട് മാറി. സോ ഹൗ ഫ്രാൻസ് ബിക്കെയിം എ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്ക് എന്ന് ചോദിച്ചാൽ, നാഷണൽ അസംബ്ലിക്കാർ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് മൊണാർക്കിൻ്റെ പവറിനെ ഒന്ന് ലിമിറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഒരാളുടെ കയ്യിലുണ്ടായിരുന്ന അധികാരം 3 ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണ് അവർ മൊണാർക്കി ആയത് എന്നാണ് നമ്മൾ ആൻസർ ചെയ്തേണ്ടത്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതിനാണ് അൾട്ടിമേറ്റ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ ആർക്കാണ് ലോ ഉണ്ടാക്കാനുള്ള അധികാരം കൊടുത്തതെന്ന് പറഞ്ഞാൽ നാഷണൽ അസംബ്ലിക്കാണ്. അപ്പം നാഷണൽ അസംബ്ലി എങ്ങനെയാണ് എലക്റ്റഡ് ആയത്, ഇൻഡയറക്ട്ലി എലക്റ്റഡ് ആയിട്ടാണ് നാഷണൽ അസംബ്ലി ഉണ്ടാകുന്നത്. അപ്പം നാഷണൽ അസംബ്ലിക്കാണ് അൾട്ടിമേറ്റ്ലി ലോ ഉണ്ടാക്കാനുള്ള അധികാരമുള്ളത്. അപ്പം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിറ്റിസൺസ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് എലക്ടേഴ്സിനെ ചൂസ് ചെയ്യും. ആ എലക്ടേഴ്സ് അൾട്ടിമേറ്റ്ലി അസംബ്ലിനെ ചൂസ് ചെയ്യും. അപ്പോൾ സിറ്റിസൺസ് ആരെ എലക്ട് ചെയ്യുമെന്ന് ചൂസ് ചെയ്യും. ഈ എലക്ടേഴ്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് അസംബ്ലിനെ ചൂസ് ചെയ്യും. അപ്പോൾ ഈ പറയുന്നത് പോലെ എല്ലാവർക്കും വോട്ടിടാനുള്ള അവകാശമില്ല. വോട്ടിടാനുള്ള അവകാശം ആകപ്പാടെ മെൻ ഹു ആർ എബൌട്ട് 25 ഇയേഴ്സ് ആൻഡ് മാത്രമല്ല 3 ദിവസത്തെയെങ്കിലും ലേബറിൻ്റെ കാശ് ടാക്സ് ആയിട്ട് കൊടുക്കുന്നവർക്ക് മാത്രമേ ആക്റ്റീവ് സിറ്റിസൺസ് എന്നുള്ള സ്റ്റേറ്റസ് കിട്ടുള്ളൂ. ആ ആക്റ്റീവ് സിറ്റിസൺസിന് മാത്രമേ വോട്ടിടാനുള്ള അവകാശമുള്ളൂ. അപ്പോൾ
ബാക്കി എല്ലാവരും പാസീവ് സിറ്റിസൺസ് ആണ്. ബാക്കിയുള്ള മെന്നും എല്ലാ വിമനും പാസീവ് സിറ്റിസൺസ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്നത് പോലെ ഇൻഡയറക്ട്ലി ആണ് നാഷണൽ അസംബ്ലി വരുന്നത്. നാഷണൽ അസംബ്ലി എന്ന് പറയുന്നവർക്കാണ് ലോ ഉണ്ടാക്കാനുള്ള അധികാരമുള്ളത്. അപ്പോൾ ആർക്കാണ് ആക്റ്റീവ് സിറ്റിസൺസും ഉണ്ട്, പാസീവ് സിറ്റിസൺസും ഉണ്ട്. ആക്റ്റീവ് സിറ്റിസൺസിന് മാത്രമേ എലക്ട് ചെയ്യാനുള്ള അധികാരമുള്ളൂ. മെൻ എബൌട്ട് 25 years ആൻഡ് ഹു പേ ടാക്സ് ഓഫ് 3 days അവർക്ക് മാത്രമേ വോട്ടിടാനുള്ള അവകാശമുള്ളൂ. ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ്, അപ്പം എങ്ങനെയാണ് ലോ ഉണ്ടാക്കുന്നത് ആൻഡ് നാഷണൽ അസംബ്ലിയിലേക്ക് ആർക്ക് വോട്ടിടാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പം എന്തൊക്കെയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഫ്രാൻസ് എങ്ങനെയാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആയത്, അതിനുശേഷം ലോ ഉണ്ടാക്കാനുള്ള അധികാരം ആർക്കാണ്, അവരെങ്ങനെയാണ് എലക്ട് ചെയ്യുന്നത്. ഇനി കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് അടുത്തത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ. എന്താണ് മനുഷ്യൻ്റെയും ഒരു സിറ്റിസൻ്റെയും അവകാശങ്ങൾ, റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ വെച്ചിട്ടാണ്, ആ ഡിക്ലറേഷൻ വെച്ചിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നത്. അപ്പോൾ റൈറ്റ്സിൽ എന്തൊക്കെയുണ്ട്? ജീവിക്കാനുള്ള അവകാശം, റൈറ്റ് ടു ലൈഫ്, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് ഒപ്പീനിയൻ, ഇക്വാലിറ്റി ബിഫോർ ലോ. ഇതെല്ലാം നാച്ചുറലാണ്, ബൈ ബർത്ത് തന്നെ നമുക്കുള്ളതാണ്, ഇൻഏലിയനബിൾ. ആര് വിചാരിച്ചാലും ഈ റൈറ്റ്സ് ഒന്നും നമ്മളിൽ നിന്നും പറിച്ചു കളയാനാവില്ല. ആൻഡ് ഇതെല്ലാം നമ്മൾക്ക് ജന്മനാൽ കിട്ടുന്ന അവകാശങ്ങളാണ് എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്. എല്ലാവരുടെയും നാച്ചുറൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യേണ്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് സ്റ്റേറ്റിനാണ്, അതായത് ഗവൺമെൻറ്റിനാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ വെച്ചിട്ടാണ് തുടങ്ങിയതെന്ന് പറഞ്ഞു. അതിൽ തന്നെ നാച്ചുറൽ റൈറ്റ്, ബൈ ബർത്ത് ഉള്ള റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, അത് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് സ്റ്റേറ്റ് ആണ് എന്നുള്ളതുമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ എന്താ പഠിച്ചത്? 3 എസ്റ്റേറ്റുകാരുടെ അവസ്ഥ പഠിച്ചു. 3rd എസ്റ്റേറ്റിൻ്റെ തന്നെ പെർട്ടിക്കുലർലി കഷ്ടകാലം എന്താണെന്ന് പഠിച്ചു. സബ്സിസ്റ്റൻസ് ക്രൈസിസ് എന്താണെന്ന് പഠിച്ചു. 3rd എസ്റ്റേറ്റിൽ തന്നെയുള്ള മിഡിൽ ക്ലാസിൻ്റെ കാര്യം പഠിച്ചു. ഇതുപോലെ കഴിഞ്ഞിട്ട് ലൂയി 16 കയറിയപ്പോഴുള്ള ട്രഷറിയുടെ അവസ്ഥ, അവർക്കുണ്ടാവുന്ന കടങ്ങൾ, അത് കാരണം ദേ വർ ഫോഴ്സ് ടു ഇൻക്രീസ് ദ ടാക്സസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങിൽ കാണിച്ച ഡിസ്ക്രിമിനേഷൻ, അവസാനം 3rd എസ്റ്റേറ്റുകാർ വോട്ട് ചെയ്യുന്നതിൻ്റെ രീതി സമ്മതിച്ചില്ല. അങ്ങനെ അവർ പോയിട്ട് നാഷണൽ അസംബ്ലി ഫോം ചെയ്തത്, കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയത്. ആ സമയത്ത് ബാക്കിയുള്ള ഫ്രാൻസിൻ്റെ അവസ്ഥ, ഇത് പോരാഞ്ഞിട്ട് നാഷണൽ അസംബ്ലിനെ അവസാനം ഈ അവസ്ഥ കാരണം ലൂയി 16 നാഷണൽ അസംബ്ലിനെ അംഗീകരിക്കേണ്ടി വന്നു. നാഷണൽ അസംബ്ലി അധികാരത്തിൽ കയറിയ ഉടനെ, അധികാരത്തിലല്ല, അവരെ അംഗീകരിച്ച ഉടനെ അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, ചർച്ചസിൽ നിന്നും കോൺഫിസ്കേറ്റ് ചെയ്തത്, ടീച്ചേഴ്സ് അബോളിഷ് ചെയ്യുന്നത്, ഫ്യൂഡൽ ഡ്യൂസ് എല്ലാം അബോളിഷ് ചെയ്യുന്നത്, അങ്ങനത്തെ പ്രവൃത്തികൾ എന്തൊക്കെയാണ് അവർ ചെയ്തത്, ഇത്രയും സംഭവങ്ങൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പഠിച്ചതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് എഴുതിയിട്ടുണ്ടായിരുന്നത്, എന്താണ് അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്, എങ്ങനെയാണ് അത് പവർ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി ആയിട്ട് പവർ എങ്ങനെ ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുത്തു, അതായത് എങ്ങനെ ഫ്രാൻസ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആയിട്ട് മാറി എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതിനുശേഷം നാഷണൽ അസംബ്ലി ആർക്ക് എലക്ട് ചെയ്ത് കയറ്റാം, ആക്റ്റീവ് സിറ്റിസൺസ്, പാസീവ് സിറ്റിസൺസ് എന്നുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചതാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ അടുത്തത് പഠിച്ചത്.